ഇത്തവണ പന്തിന് ദാഹശമനമാക്കി മാറ്റാൻ റിയാസ് ആദ്യ പന്തിൽ തന്നെ ഉന്മേഷ് വളാഞ്ചേരി മടക്കി അയക്കാൻ ശ്രമിക്കുമ്പോൾ അമ്പയറുടെ തീരുമാനം അതൊരു എക്സ്ട്രാ ഒരു നോ. സെക്കൻഡ് ബോൾ വളാഞ്ചേരിക്കാർ. അതിനിടയിൽ മറ്റൊരു ഡെലിവറിയോട് കൂടെ തന്നെ തുടക്കം കുറിക്കുകയാണ്. 3 പന്തുകൾ. ചെയ്യുന്നവരുടെയും താളം കണ്ടെത്താൻ കഴിയാതെ കൃത്യമായ ആദ്യ മത്സരത്തിൽ ഇത്തവണ വലിയൊരു ഷോട്ടിന് വേണ്ടി ശ്രമിക്കുമ്പോഴും അതും ഒരു സിംഗിളായി മാത്രമാണ് ഉന്മേഷ് വളാഞ്ചേരിക്കും ക്യാമിയോ. ഇത്തവണ നിയാസ് വളാഞ്ചേരിക്കും വലിയ ഷോട്ടിന് ശ്രമിക്കും. ഇത്തവണ ഉന്മേഷ് വളാഞ്ചേരിക്കും ആദ്യ പന്തിൽ തന്നെ ക്യാച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. നോ ചാൻസ്. അമ്പയറുടെ തീരുമാനം അതൊരു 6 ആദ്യ പന്ത് 6 കൂടി. സെക്കൻഡ് ബോൾ ഒരു യോർക്കർ ബേസ് ഡെലിവറി. പക്ഷേ സിംഗിൾ റൺസ് മാത്രമാണ്. ഉന്മേഷ് വളാഞ്ചേരി കഴിഞ്ഞ മത്സരത്തിലെ ഓഫറിന്റെ പേര് മഴക്കാലത്തിനിടയിൽ ഒരു നോ ബോൾ കൂടി തന്നെ. നോ ചാൻസ്. അടങ്ങാത്ത പ്രതികാരദാഹിയായി മാറിയ നിയാസ് വളാഞ്ചേരി മടക്കി അയക്കിക്കൊണ്ട് തന്നെ ഉന്മേഷ് വളാഞ്ചേരി മറ്റൊരു വലിയ ഷോട്ടിന് വേണ്ടി ശ്രമിക്കുന്ന ഉന്മേഷ് വളാഞ്ചേരിയെ സുഹൈൽ പുത്തനത്താണി. സുഹൈലിന്റെ പല രീതിയിൽ മറ്റൊരു ഫയർ ഡെലിവറി. കുത്തിത്തിരിപ്പൻ പന്തുകൾ മറ്റൊരു പേസ്. ഇത്തവണ ഒരു ഫുൾ ടോസ് പന്ത് കണക്ട് ചെയ്യാൻ സാധിക്കാത്ത സുഹൈൽ പുത്തനത്താണിയുടെ ബോൾ. ഇത്തവണ ഉന്മേഷ് വളാഞ്ചേരി മടക്കി അയക്കാൻ സുഹൈൽ പുത്തനത്താണി ഒരു ടീമിന്റെ അത്താണിയായി മാറേണ്ടവൻ. ആദ്യ 4 പന്തുകളിലാണ് നിങ്ങൾക്ക് ഓഫറെങ്കിൽ ആ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത്തെ പന്തിൽ ഇത്തവണ മറ്റൊരു വിക്കറ്റിന് വേണ്ടി. ഇത്തവണ ഒരു ലൂസി. ഇത്തവണ പന്തിനടിച്ച് തകർക്കുന്നതിന് പകരം കയ്യിലിരിക്കുന്ന ബാറ്റിനെ എറിഞ്ഞിരിക്കും. ഇത്തവണ ആഷിഖിന്റെ ഫുൾ ടോസിന് ഉയർത്തി അടിക്കാൻ ശ്രമിക്കുമ്പോൾ നോ ചാൻസ്. ഇത്തവണ ഒരു സ്ലോവർ എറിയാൻ പറയുന്നു. പക്ഷേ അതൊരു ഒരു ലൂസി ഫുൾ ടോസ്. ഇത്തവണ റിയാസീറ്റ് കൃത്യമായ ഒരു പന്തിനെ സേവ് ചെയ്ത് ഫ്രീ ഹിറ്റായി ലഭിച്ച പന്തിന് പ്രത്യേകമായ ആനുകൂല്യങ്ങളൊന്നും തന്നെ. മറ്റൊരു വിക്കറ്റിന് വേണ്ടി ദാഹശമനമാക്കി മാറ്റാൻ ആഷിഖിനൊരു വിക്കറ്റ്. തട്ടി തലോടി 1, 2, 3 എന്നുള്ള രീതിയിൽ തട്ടി തലോടിക്കൊണ്ട് തന്നെ മറ്റൊരു ഫുൾ ടോസ്. അവസാന പന്തിലോട്ട് കുത്തിത്തിരിപ്പൻ പന്തെറിയാൻ ശ്രമിച്ച ആഷിഖിനെ ആചാര വെടിയോട് പൊട്ടിക്കൊണ്ടുപോയി വലിയൊരു സിക്സറോട് കൊടുത്തണ്ട. അടങ്ങാത്ത പ്രതികാരവുമായി ചോരദാഹിയായ സുഹൈൽ. 2ലും മാറടിക്കാനുള്ള ശ്രമം. മറ്റൊരു പേസിന് പകരം മറ്റൊരു ചെറിയൊരു കട്ടു. ഇത്തവണ മറ്റൊരു യോർക്കർ ഡെലിവറി. പക്ഷേ ഇത്തവണ മറ്റൊരു ഇത്തവണ ഉയർത്തിയടിക്കുന്നു 6 എന്ന കോളം പേരുടെ സുഹൈൽ പുത്തനത്താണിയെ. വീണ്ടും സുഹൈൽ പുത്തനത്താണിയുടെ സ്ട്രെങ്ത് ഏരിയയിൽ തന്നെ ഇത്തവണ വീണ്ടും കൃത്യമായി പിടിക്ക് വേണ്ടി. ഇത്തവണ ക്യാപ്റ്റന്റെ കൈകളിൽ ഭദ്രമാക്കിക്കൊണ്ട് തന്നെ
മറ്റൊരു യോർക്കർ പേസിയുടെ ഇവരോട് കൊടുത്തേ വിക്കറ്റ്. പക്ഷേ അമ്പയറുടെ തീരുമാനം ലൈൻ കടക്കുമ്പോൾ ഇത്തവണ കൃത്യമായി വന്ന പന്തിനെ ഒരാളോട് കൂടി തന്നെ ഫൈസൽ ഓത്തിയും അദ്ദേഹത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് തന്നെ 23 ആദ്യ പന്ത് ഉന്മേഷം സംഘവും കൈപ്പിടിയിലൊതുക്കുന്നു. എന്നാൽ രണ്ടാമത്തെ പന്തിൽ ഉയർത്തിയടിക്കാൻ ശ്രമിക്കുന്ന ഇസഹാക്കിനെ വട്ടം തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഉന്മേഷിന്റെ കാണിയും ഇസഹാക്കും മടങ്ങുമ്പോൾ മറ്റൊരു ബാറ്റർ അഷ്റഫ് ഒരു യോർക്കർ പന്ത് ധരിച്ചടിച്ച് ഉന്മേഷ് വളാഞ്ചേരി കൃത്യമായ ഒരു സ്ട്രൈക്ക്. അടികൾക്ക് വേണ്ടി മാത്രമല്ല പ്രസക്തി, കൃത്യമായ ഒരു സിംഗിൾ എടുത്ത് വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ അത്രമേൽ എക്സ്പീരിയൻസ്ഡായ ആഷിഖിന് കൃത്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഉന്മേഷ് വളാഞ്ചേരി അദ്ദേഹത്തിന്റെ ഹാരിസ് ഖാനിയുടെ ആദ്യ പന്ത് തന്നെ ഒരു സിംഗിൾ എടുത്ത് വലിയ ഷോട്ടിന് മുതിർന്ന ഫൈസൽ ഓപ്പി ആഷിഖ് പല്ലിക്കണ്ടത്തെ സ്ട്രൈക്കിലോട്ട്. എന്നാൽ ഇത്തവണ ലെഗ് സൈഡിലോട്ട് വന്ന ഒരു ലൂസി ഫുൾ ടൗസിനെ ക്യാപ്റ്റൻ ഒരു ഫുൾ ടൗസ് പന്തിന്റെ വിക്കറ്റ് കീപ്പറുടെ ബാറ്ററുടെ ന്യൂ ബാറ്റർ എത്തുന്നു. ന്യൂ ബാറ്റർ ഇത്തവണ വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ നിന്നും ഒരു വിക്കറ്റിന് വേണ്ടി ശ്രമിക്കുന്നു പോലുമില്ല അലിയാസ് വളാഞ്ചേരി. ആദ്യ പന്തിൽ ഒരു സിക്സോട് കൂടി തന്നെ ആറോട്ടുകയാണ്. ആഷിഖിന്റെ ആറോട്ട് കൂടി തന്നെ തുടക്കം കുറിക്കുകയാണ്. ഇത്തവണ മറ്റൊരു ഫുൾ ടൗസ്, മറ്റൊരു നിന്നും ചാരത്ത് നിന്നും ഉദിച്ചുയരാൻ ഇത്തവണ ഒരു ലൂസി പന്തിനെ ഇത്തവണ മറ്റൊരു ആദ്യ മൂന്നിൽ തന്നെ ആദ്യ മൂന്ന് ഫുൾ ടൗസിനെ കമന്ററി ബോക്സിന്റെ മുകളിലൂടെ ഒരു സിക്സ്. രണ്ടാമത്തെ ഇത്തവണ ആഷിഖിന്റെ ലൂസി ആയ ഒരു ഷോട്ട്. പക്ഷെ സ്ട്രൈക്കിലോട്ട് ആഷിഖിനെ എത്തിക്കാനുള്ള ശ്രമം വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ നിന്നും ഒരിക്കലും മിസ്റ്റേക്ക് പറ്റാത്ത ആ ഒരു വിക്കറ്റ് കീപ്പർ കൃത്യമായിട്ടൊന്ന് 12-ാം നമ്പർ ജേഴ്സിയിലെ താരം കൃത്യമായിട്ട് അടിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ കബളിപ്പിച്ചുകൊണ്ട് തന്നെ ബൗണ്ടറി ലൈനിലോട്ട് കടക്കുമ്പോൾ മത്സരം ഒരു റൺസിന് കൈപ്പിടിയിൽ ഒതുക്കി കാമിയോയും സംഘവും ഒരു കാമിയോ മത്സരത്തോടു കൂടി തന്നെ ഈ ഒരു ലീഗ് റൗണ്ട് മത്സരത്തിലെ ആദ്യ മത്സരം കൈപ്പിടി ഒതുക്കിയെങ്കിൽ ആദ്യ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ഉന്മേഷ് വളാഞ്ചേരിയെങ്കിലും രണ്ടാമത്തെ മത്സരത്തിലും മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉന്മേഷ് വളാഞ്ചേരി